മാനന്തവാടി കമ്പമലയിലെ കാട്ടുതീ മനുഷ്യനിർമ്മിതമെന്ന വനം വകുപ്പ്. ഇന്നലെ കാട്ടുതീ ഉണ്ടായ അതേ പ്രദേശത്താണ് ഇന്ന് വീണ്ടും തീ പടർന്നത്. കമ്പമല തീ വനം കത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരോ ചെയ്തതെന്ന് വയനാട് നോർത്ത് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. പ്രദേശത്തെ രണ്ടാമത്തെ തീയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടും കടുവ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിലാണ്. ഈ തീ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വനാതിർത്തിയിൽ നിന്ന് വളരെ ഉൾപ്രദേശമായിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡിലാണ്, പുൽമേടുകളാണ് കത്തിയിട്ടുള്ളത്. ഇതൊരിക്കലും സ്വമേധയെ കത്താനുള്ള സമയം ആയിട്ടില്ല. അത് കത്താനായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇത് ഇൻറ്റൻഷനലി, അതായത് തീ പിടിപ്പിക്കണം അല്ലെങ്കിൽ വനം കത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരോ ചെയ്തിട്ടുള്ളതാണ്. വിവരങ്ങളുമായി ജോഷില കൂടി ചേർന്നുണ്ട്. ജോഷില, ഇത് ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ദുരന്തമാണ് എന്നാണ് ഇപ്പോൾ DFO പറയുന്നത്. മാത്രമല്ല ഇത് മനുഷ്യനിർമ്മിതമാണ്. അപ്പോൾ ആ നിലയിലുള്ള എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? വർഷ, മാനന്തവാടി കമ്പമല വനപ്രദേശത്ത് ഇന്നലെ കാട്ടുതീയായ അതേ സ്ഥലത്താണ് ഇന്നും കാട്ടുതീ പടർന്നു പിടിച്ചത്. ഇന്നലെ ഏകദേശം 11 മണിയോടുകൂടിയായിരുന്നു നാട്ടുകാർ ഇത് കണ്ട് ഫയർഫോഴ്സ് വിവരം അറിയിച്ചത്. ഏകദേശം 5:45 മണിയോടുകൂടി ഫയർഫോഴ്സും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ RRT സംഘവും ചേർന്ന് തീ അണക്കുകയായിരുന്നു. എന്നാൽ ഇന്നും അതേ സ്ഥലത്ത് തീ അണഞ്ഞ ആ സ്ഥലത്ത് വെച്ച് വീണ്ടും ഇത്തരത്തിൽ തീ പടരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് വയനാട് നോർത്ത് DFO മാർട്ടിൻ പ്രതികരിച്ചിരിക്കുന്നത്. ആരോ കത്തിച്ചെങ്കിൽ മാത്രമേ തീ ഇത്തരത്തിൽ പടരുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ ഉൾവനത്തിലെ 10 ഹെക്ടറോളം പുൽമേട് തീപിടുത്തത്തിൽ കത്തി നശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇതേ തീപിടുത്തം ഉണ്ടായത്. രണ്ടാമത്തെ തീയാണ്. തീയുണ്ടായ സ്ഥലമെല്ലാം വനാതിർത്തിയിൽ നിന്നും വളരെ ഉൾപ്രദേശത്തുള്ള ഗ്രാസ് ലാൻഡാണ്. ഇത് തീ പിടിപ്പിക്കണം എന്ന് കരുതി ആരോ ചെയ്തിട്ടുള്ളതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ബോധപൂർവം നടത്തിയ തീപിടുത്തം ആണ് ഇത്. സ്വാഭാവിക കാട്ടുതീ വരാനുള്ള സമയമായിട്ടില്ല, അത്രയധികം ചൂട് പടർന്നിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. വർഷ, ജോഷില, മാത്രമല്ല ഇപ്പോൾ ഈ കാട്ടുതീ ഉണ്ടാകേണ്ട ഒരു സമയമായിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ കാട്ടുതീ ഉണ്ടാകുന്നു, അത് അണയ്ക്കുന്നു, ഇന്ന് വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇതിനു മുൻപും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വർഷ, ഇതുവരെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ ഇത്തരത്തിൽ ഒരു കാട്ടുതീ ഉണ്ടാകാൻ മാത്രമുള്ള ചൂട് എത്തിയിട്ടില്ല, ആ ഒരു സമയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ആര് ഇതിന് പിന്നെ കളിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് DFO അടക്കമുള്ളവരുടെ സംശയം. കാട്ടുതീ നേരത്തെ കടുവ വന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ വന്യജീവികളെ ഇല്ലാതാക്കാനാണോ അതോ വനത്തിനുള്ളിൽ നിന്ന് വന്യജീവികൾ പുറത്തേക്ക് വരുന്നത് തടയാനാണോ എന്നുള്ള അറിയില്ല. എന്തായാലും കാട്ടുതീ ബോധപൂർവം ഉണ്ടായതാണ് എന്നുള്ള ഒരു സംശയം വനപാലകരിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. വർഷ, ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.